നമസ്കാരം. അധികാരത്തിനായി കോൺഗ്രസുകാർ തമ്മിൽ തമ്മിൽ തല്ലുണ്ടാക്കുന്നത് നമ്മൾ പണ്ട് മുതൽക്കേ കണ്ടു തുടങ്ങിയ കാഴ്ചകളാണ്. തൃശൂരിൽ ഇത്തവണ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് വിജയിച്ചത്. വൻ ഭൂരിപക്ഷത്തോടെ തന്നെ. കെ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പോകുകയും ചെയ്തിരുന്നു. കെ മുരളീധരൻ അത് കഴിഞ്ഞതോടെ തന്നെ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്നും രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഒരു ഗ്യാപ്പ് എടുക്കുകയാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ തൃശൂർ DCC ഓഫീസിലെ കയ്യാങ്കളി നടക്കുകയുണ്ടായി. DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ ഉൾപ്പെടെ 20 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ പരാതിയിലാണ് കേസെടുത്തത്. അന്യായമായി സംഘം ചേർന്ന് തടഞ്ഞുവെച്ചു, മർദ്ദിച്ചു എന്നതൊക്കെയാണ് പരാതി. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. അതേസമയം DCC ഓഫീസിലെ കയ്യാങ്കളിയിൽ കോൺഗ്രസിന് അടിയന്തര നടപടിക്കാണ് സാധ്യത. തൃശൂരിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ DCC ചുമതല സംസ്ഥാനത്ത് തന്നെ മുതിർന്ന നേതാവിന് നൽകാൻ സാധ്യതയുണ്ട്. ചാലക്കുടി MP ബെന്നി ബെഹനാന്റെ പേരാണ് പ്രഥമ പരിഗണനയിലുള്ളത്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ദില്ലിയിലുള്ള KPCC അധ്യക്ഷൻ K സുധാകരനോട് കയ്യാങ്കളി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ തമ്മിൽ തല്ലിയ K മുരളീധരൻ പക്ഷക്കാരുമായും DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ പക്ഷക്കാരുമായും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ചർച്ച ഇന്ന് നടക്കും. K മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ തുടങ്ങിയ ചേരിപ്പോരിലാണ് ഇന്നലെ കയ്യാങ്കളിയിൽ കലാശിച്ചത്. പിന്നാലെയാണ് KPCC AICC നേതൃത്വങ്ങൾ ഇടപെടുന്നത്. DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും അനുകൂലികളും ചേർന്ന് പിടിച്ച് തള്ളിയെന്നാണ് ആരോപണം. ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെട്ടത് രമ്യ ഹരിദാസും K മുരളീധരനുമാണ്. രമ്യ ഹരിദാസിന് അത്രത്തോളം പ്രശ്നമില്ലെങ്കിലും K മുരളീധരന്റെ ഗ്ലാമർ തെല്ല് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപി ജയിച്ചതോടെയാണ് DCCയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.